തുരുത്തിക്കര MD UP സ്കൂളിലെ ആഴമേറിയ കിണറ്റിൽ വീണ 7ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ നില ഗുരുതരം. കുന്നത്തൂർ തുരുത്തിക്കര പുത്തൻ കെട്ടിടത്തിൽ താഴെവിളയിൽ ഫെബിൻ ആണ് കിണറ്റിൽ വീണത്. വ്യാഴാഴ്ച രാവിലെ 9:30ഓടെയാണ് സംഭവം. രാവിലെ വീട്ടിൽ നിന്നും സ്കൂളിലെത്തിയ കുട്ടി കൂട്ടുകാരുമൊത്ത് കളിച്ചുകൊണ്ട് നിൽക്കവേ അബദ്ധത്തിൽ കിണറ്റിൽ വീഴുകയായിരുന്നു. കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ സ്കൂൾ ജീവനക്കാരൻ സിജു തോമസ്, പ്രദേശവാസിയായ ചെറുവയലിൽ രഞ്ജിത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സാഹസികമായി കിണറ്റിലിറങ്ങി ഫെബിനെ താങ്ങിയെടുത്തു. തുടർന്ന് സ്ഥലത്തെത്തിയ ശാസ്താംകോട്ട ഫയർഫോഴ്സ് കരയ്ക്കെത്തിച്ച ശേഷം ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. തലയ്ക്കേറ്റ പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. നിരവധി കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ആഴമേറിയ കിണറിന് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. തുരുമ്പിച്ച ഇരുമ്പ് നെറ്റും പ്ലാസ്റ്റിക് വലയുമാണ് കിണറ്റിന് മുകളിൽ സുരക്ഷയ്ക്കായി സ്ഥാപിച്ചിരുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഈ സ്കൂൾ അധികൃതരുടെ ഒരു ഏറ്റവും വലിയൊരു പാളിച്ചയാണ് അവരിത് ചെയ്യാത്തതെന്ന് പറയുന്നത്. അതിപ്പോൾ ഇനിയിപ്പോൾ അവർ അധികൃതർ കണ്ണു തുറക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. എനിക്കിപ്പോഴും മനസ്സിലാവും, നമ്മുടെ നാട്ടിലെ അപകടം വന്നതിന് ശേഷമാണ് ചിലർ കണ്ണു തുറക്കുന്നത്. അതെ അതെ, ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാം സ്കൂളിലൊക്കെ വലിയ വിപുലമായിട്ടുള്ള പരിപാടികളൊക്കെ ഇവർ നടത്തിയതാണ്. എന്നാൽ ഈ കിണറിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇതുവരെ അവർ ശ്രദ്ധിച്ചിട്ടില്ല. ഇന്നിപ്പോൾ എല്ലാവരുടെയും അധികാരികളൊക്കെ വന്നതിൻ്റെ പേരിൽ അവർ ചിലപ്പോൾ ഇനി അത് നാളെ മറ്റൊന്നും തീർച്ചയായിട്ടും ആ തന്തയ്ക്കും തള്ളയ്ക്കും എല്ലാം ഇല്ലാതാവത്തുള്ളൂ. നമുക്ക് എല്ലാവർക്കും വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകാൻ പറ്റും. പക്ഷേ ആ കുഞ്ഞുങ്ങൾക്ക് ആ തള്ളയ്ക്കും തന്തയ്ക്കും ആ കുഞ്ഞ് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇനിയെങ്കിലും നാളെയെങ്കിലും ഇതിങ്ങനൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. നമ്മളെ കൊണ്ടല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെ അതെ, നമുക്ക് പ്രാർത്ഥിക്കാൻ അത്രേ പറ്റത്തുള്ളൂ.